തലസ്ഥാനത്ത് അമ്മ മഹിജയ്ക്കും കുടുംബാംഗങ്ങൾക്കും നേരിട്ട പോലീസ് നടപടിയിൽ മനം നൊന്താണ് അവിഷ്ണ വളയത്തെ വീട്ടിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ജലപാനം പോലും ഉപേക്ഷിച്ചായിരുന്നു അവിഷ്ണയുടെ സമരം. അമ്മയോടും കുടുംബാംഗങ്ങളോടും അറിയിക്കാതെ എടുത്ത തീരുമാനത്തിൽ ബന്ധുക്കളും നാട്ടുകാരും പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതോടെ കഴിഞ്ഞ 5 ദിവസം നേതാക്കളുടെയും ചാനൽ പ്രവർത്തകരുടെയും സജീവ സാന്നിധ്യം ഈ വീട്ടിലുണ്ടായിരുന്നു. ചേട്ടനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവിഷ്ണയുടെ സമരം. ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ട് സമവായ ശ്രമങ്ങൾക്കെത്തിയെങ്കിലും അവിഷ്ണയുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ പലർക്കും പിന്മാറേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ഡോക്ടർമാരും വലിയ പോലീസ് സന്നാഹവും സദാസമയം ഇവിടെ ക്യാമ്പ് ചെയ്തു. തുടക്കത്തിൽ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും ജനകീയ ചെറുത്തുനിൽപ്പിനു മുന്നിൽ പലതവണ ഇത് പാളിപ്പോയി. അമ്മ മഹിജിയെയും അമ്മാവൻ ശ്രീജിത്തിന്റെയും നിരാഹാര സമരത്തിനേക്കാൾ ഏറെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് അവിഷ്ണയുടെ ഉറച്ച തീരുമാനമായിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങി നിരവധി നേതാക്കളാണ് അവിഷ്ണയെ വീട്ടിൽ സന്ദർശിക്കാനെത്തിയത്. ഒടുവിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ സമരം അവസാനിപ്പിക്കണമെന്ന അമ്മയുടെ ഫോൺ കോൾ വന്നതോടെയാണ് 5 നാൾ സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ അവിഷ്ണയുടെ നിരാഹാര സമരത്തിന് പരിസമാപ്തിയായത്. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.